കാർഡ് വ്യക്തിപരമായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം ധാരാളം സ്ത്രീ വോട്ടർമാരുള്ള അവർ കീ വോട്ടേഴ്സായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. മാത്രമല്ല 1500 രൂപയുടെ ഒരു കാർഡ് അവർക്ക് ഓരോ മാസവും കിട്ടുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലവിലെ ജീവിതം അത് കൂടുതൽ മെച്ചപ്പെടും. പ്രത്യേകിച്ചും എല്ലാ മേഖലകളിലും വിലക്കയറ്റമാണ്. ആ ഒരു പരസ്യത്തിൽ കാണിച്ചതുപോലെ അങ്ങനെ ഒരു കാര്യം നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബീഹാറിലൊക്കെ കണ്ടതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ടിറങ്ങി ചെല്ലുന്ന ഒരു പ്രഖ്യാപനമായി അത് മാറില്ലേ? തീർച്ചയായിട്ടും എനിക്ക് ഭാഗ്യവശാൽ വിവിധ സംസ്ഥാനങ്ങളിലെ വലിയ വലിയ അധികാരത്തിലിരിക്കുന്ന, അതായത് ഭരണകൂടത്തെ നയിക്കുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ശോഭ ചേച്ചിയുടെ വലിയൊരു തള്ളുണ്ടായിരുന്നു. ആ തള്ളു നമ്മൾ ആരും അറിയാതെ പോയി. അത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വീണ്ടും വന്നത്. അതായത് അവര് ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട്ടിലുള്ള ഓരോ സ്ത്രീകൾക്കും 1500 രൂപ വെച്ച് കൊടുക്കാന്നാണ് പറയുന്നത് പ്രതി മാസം. നമ്മുടെ പ്രധാനമന്ത്രി പോലും 6000 രൂപയാണ് വർഷത്തിൽ കർഷകർക്ക് വേണ്ടി കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ പോലും നല്ല പിഴിയൽ വേറെ പിഴിയുന്നുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ വരാം. എന്തായാലും ഇവര് 1500 രൂപ വെച്ച് മാസം സ്ത്രീകൾക്ക് പാലക്കാട്ടുള്ളവർക്ക് കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ജെമിനിയോട് അതിനെക്കുറിച്ച് ചോദിക്കാം. ജെമിനി, പാലക്കാട് ശോഭ ചേച്ചി മത്സരിക്കുന്നതിൻ്റെ ആ സ്ഥലത്ത് എത്ര സ്ത്രീകൾ ഉണ്ട് നോക്കാം. ജെമിനി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. എത്ര സ്ത്രീകളാണ് അവിടെ ഉള്ളത്, എത്ര കോടി രൂപ ആവശ്യം വരുന്നുള്ളത് നമുക്ക് നോക്കാം പ്രതിമാസം. ശോഭ സുരേന്ദ്രൻ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ മണ്ഡലത്തിലെ സ്ത്രീകളുടെ എണ്ണത്തെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ താഴെ നൽകുന്നു. പാലക്കാട് മണ്ഡലത്തിലെ സ്ത്രീകളുടെ എണ്ണം 2021 വോട്ടർ പട്ടിക പ്രകാരമുള്ള കണക്കുകൾ നോക്കിയാൽ പാലക്കാട് മണ്ഡലത്തിൽ ഏകദേശം 97,000-ന് മുകളിൽ സ്ത്രീ വോട്ടർമാരുണ്ട്. നിലവിലെ 2026 വോട്ടർ പട്ടിക പുതുക്കിയപ്പോൾ ഇത് ഏകദേശം 1 ലക്ഷത്തിന് അടുത്ത് വരാൻ സാധ്യതയുണ്ട്. 1 ലക്ഷം സ്ത്രീകളാണ് കേട്ടോ. ഈ 1 ലക്ഷം സ്ത്രീകൾക്ക് മാസം 1500 രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപ ആകും? കറക്റ്റ് നമുക്ക് ജെമിനി തന്നെ പൊളിച്ചടിച്ച് കൊടുക്കും. പാലക്കാട് മണ്ഡലത്തിലെ ഏകദേശം 1 ലക്ഷം സ്ത്രീകൾക്ക് മാസം 1500 രൂപ വീതം നൽകുകയാണെങ്കിൽ ആവശ്യമായ തുക താഴെ പറയുന്നതാണ്. മാസത്തെ കണക്ക് 1 ലക്ഷം ടൈംസ് 1500 സമം 15 കോടി. അതായത് ഒരു മാസം 15 കോടി രൂപ ആവശ്യമാണ്. വർഷത്തെ കണക്ക് 15 ടെക്സ്റ്റ് കോടി ടൈംസ് 12 ടെക്സ്റ്റ് മാസം സമം 180 ടെക്സ്റ്റ് കോടി. ഒരു വർഷത്തേക്ക് ഇതിനായി 180 കോടി രൂപ വേണ്ടി വരും. 180 കോടി ഒരു വർഷത്തിന് മാത്രം. ഒരു MLAക്ക് എത്ര ഫണ്ട് പാസ്സാക്കി കൊടുക്കും ഒരു വർഷത്തില്? 180 കോടിയാണ് കേട്ടോ ഒരു വർഷത്തില്. കേരളത്തിലെ ഒരു MLAക്ക് തന്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി ഒരു വർഷം അനുവദിക്കുന്ന തുകയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. ആകെ ലഭിക്കുന്ന ഫണ്ട്. കേരളത്തിൽ ഒരു MLAക്ക് പാലക്കാട് MLA ഉൾപ്പെടെ ഒരു വർഷം 5 കോടി രൂപയാണ് വികസന ഫണ്ടായി 5 കോടി രൂപ കൊടുക്കുന്നത്. പക്ഷെ ഇവര് വാഗ്ദാനം പറഞ്ഞിരിക്കുന്നത് 180 കോടി ഒരു വർഷത്തിന്. ഈ കേരളത്തിലെ ജനങ്ങളെയൊക്കെ വെറും പൊട്ടന്മാരാക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പാലക്കാട്ടുകാരൊക്കെ പൊട്ടന്മാരാക്കുകയാണ്. എന്തോ ഒരു തള്ളലാണ് തള്ളുന്നത്. ഇത്രയും വിവരമില്ലാത്തവന്മാര് വന്നിട്ട് വാനോളം പുകഴ്ത്തുക ഈ സ്ത്രീയെ. എന്തോ ഒരു കഷ്ടമായിട്ട് അറിയോ ഫണ്ട് അനുവദിക്കുന്നത്. അതായത് 5 വർഷത്തെ തന്റെ കാലാവധിയിൽ ആകെ 25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു MLAക്ക് സാധിക്കും. ഈ ഫണ്ടിന്റെ പ്രത്യേകതകൾ: പൊതുവികസനം. ഈ തുക പ്രധാനമായും റോഡുകൾ, പാലങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി സൗകര്യങ്ങൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയ ഒരു MLAക്ക് മാസം 1500 രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയുമോ? 1 ലക്ഷം സ്ത്രീകൾക്ക്. എന്തൊക്കെ നമ്മളെ പൊട്ടന്മാരാക്കാണ് കേട്ടോ. ഒരു MLAക്ക് തന്റെ ഫണ്ട് ഉപയോഗിച്ച് 1 ലക്ഷം സ്ത്രീകൾക്ക് മാസം 1500 രൂപ വീതം നൽകാൻ ഒരിക്കലും കഴിയില്ല. ഇതിന്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. നിയമപരമായ തടസ്സം. MLA ഫണ്ട്, അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് എന്നത് റോഡ്, പാലം, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയ പൊതുവികസന പ്രവർത്തനങ്ങൾക്കായി മാത്രമുള്ളതാണ്. ഈ പണം ആളുകൾക്ക് നേരിട്ട് പണമായി ക്യാഷ് ഡിസ്ട്രിബ്യൂഷൻ വിതരണം ചെയ്യാൻ നിലവിലെ നിയമം അനുവദിക്കുന്നില്ല. 2. തുകയിലെ വലിയ വ്യത്യാസം. നമ്മൾ നേരത്തെ കണക്കാക്കിയതുപോലെ ആവശ്യമായ തുക 1 ലക്ഷം പേർക്ക് 1500 രൂപ വീതം നൽകാൻ മാസം 15 കോടി രൂപ വേണം. ഒരു വർഷത്തേക്ക് ഇത് 180 കോടി രൂപയാണ്. ലഭ്യമായ തുക. ഒരു MLAക്ക് ഒരു വർഷം ആകെ ലഭിക്കുന്നത് വെറും 5 കോടി രൂപ മാത്രമാണ്. അതായത്
ഒരു MLAക്ക് ലഭിക്കുന്ന ഒരു വർഷത്തെ അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ശോഭ ചേച്ചിയുടെ തള്ളൽ നിങ്ങളെല്ലാം കേട്ടല്ലോ. വെറും 5 കോടി രൂപ വർഷത്തില് റോഡ് വികസനത്തിനും മറ്റു കാര്യത്തിനു വേണ്ടി വാങ്ങുന്ന MLA ആണ് പറഞ്ഞിരിക്കുന്നത് മാസം മാസം സ്ത്രീകൾക്ക് 1500 രൂപ വെച്ച് കൊടുക്കാന്ന്. ഇവര് ഭരിക്കുന്ന എത്ര സ്ഥലങ്ങളിൽ 1500 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. ചുമ്മാ തള്ളി ആളുകളെ അങ്ങോട്ട് മറിച്ച് ഒന്നും പറയണ്ട. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ പറയുക. ഇവര് പാലക്കാട് ജയിക്കുമോ ഇല്ലയോ എന്നുള്ളത്.